1961 ആ പൈലറ്റിനോട് റഷ്യൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു, ഈ ബോംബ് ഇട്ടിട്ട് ജീവനോടെ തിരിച്ചു വരാൻ നിങ്ങൾക്ക് 50% മാത്രമേ സാധ്യതയുള്ളൂ. അതൊരു ആത്മഹത്യാ മിഷനായിരുന്നു. സ്ഥലം ആർട്ടിക്കിലെ വിജനമായ നോവയ സെംലി. ജനങ്ങളില്ലാത്ത സ്ഥലമാണെങ്കിലും ലോകത്തെ നടുക്കിയ സാർ ബോംബ ഇടാൻ പോവുകയായിരുന്നു അവിടെ. 27 ടൺ ഭാരമുള്ള ആ ബോംബിൽ ഒരു വലിയ പാരച്യൂട്ട് കെട്ടിയിരുന്നു. എന്തിനാണെന്നോ? ബോംബ് പതുക്കെ താഴെ വീഴുന്ന സമയം കൊണ്ട് പൈലറ്റിന് വിമാനം ഓടിച്ച് പരമാവധി ദൂരം രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു അത്. 4 കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് ബോംബ് പൊട്ടി. ആകാശത്ത് ഒരു രണ്ടാമത്തെ സൂര്യൻ ഉദിച്ചതുപോലെ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ വിമാനം 1000 അടി താഴേക്ക് വീണു. പക്ഷേ ആ പൈലറ്റ് അത്ഭുതകരമായി വിമാനം നിയന്ത്രിച്ച് തിരിച്ചു വന്നു. 900 കിലോമീറ്റർ അപ്പുറമുള്ള വീടുകളിലെ ജനാലകൾ വരെ തകർത്ത ആ സ്ഫോടനത്തിൽ നിന്ന് അയാൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അദ്ദേഹത്തിന്റെ പേരാണ് ആൻഡ്രേ ഡെർനോത്സവ്. 1961 റഷ്യ പരീക്ഷിച്ച ഈ രാക്ഷസൻ പൊട്ടിയപ്പോൾ ഉണ്ടായ തീഗോളം 8 കിലോമീറ്റർ വലുപ്പമുള്ളതായിരുന്നു. ഇതിന്റെ ഷോക്ക് വേവ് ഭൂമിയെ 3 തവണ വലം വെച്ചു. പൊട്ടിത്തെറിക്ക് ശേഷമുണ്ടായ പുക എവറസ്റ്റ് കൊടുമുടിയേക്കാൾ 7 മടങ്ങ് ഉയരത്തിലാണ് പൊങ്ങിയത്. 1000 കിലോമീറ്റർ അകലെ നിന്നാൽ പോലും ഇതിന്റെ പ്രകാശം കണ്ണിനെ അന്ധമാക്കും. മനുഷ്യനുണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും വലിയ ശബ്ദം കേട്ട ദിവസമായിരുന്നു അത്. ഇനിയൊരിക്കലും അത് ആവർത്തിക്കാതിരിക്കട്ടെ.